ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുത്താലിം സുഹൃത്തുക്കളെ, ഈദ് റബീൻ്റെ ഈ വേദിയിൽ ദർസുകളുടെ നവോത്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അഹ്ലുസുഫയിൽ നിന്ന് തുടങ്ങണം. മദീന പള്ളിയിൽ പ്രവാചകനെ വട്ടമിട്ടിരുന്ന് അറിവാർജിച്ചവരാണ് ചരിത്രത്തിൽ അഹ്ലുസുഫ എന്ന പേരിൽ അറിയപ്പെട്ടത്. പ്രവാചകാനന്തര കാലങ്ങളിൽ ഇത്തരം സുഫുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നു. കാലദേശങ്ങൾ അതീതമായി ഇത്തരം അറികൂട്ടങ്ങളാണ് ഇസ്ലാമിക വിജ്ഞാനങ്ങളെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് വ്യാപിപ്പിച്ചത്. നുബുവത്തിന്റെ ദിവ്യ വെളിച്ചം ഉദയം കൊണ്ട അറേബ്യൻ സൈനിക ഭൂമിയോട് നേരിട്ട് ബന്ധമുള്ള കേരള ഇസ്ലാമിന്റെ വ്യാപനത്തിലും ഇത്തരം കൂട്ടായ്മകൾ വലിയ പങ്കുവഹിച്ചു. ഇസ്ലാമിക ജാഗരണത്തിന്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ ദർസുകളായി അറിയപ്പെട്ട അറിവിന്റെ കേന്ദ്രങ്ങൾ വലിയൊരു സാമൂഹ്യ ദൗത്യം കൂടി ഏറ്റെടുക്കുകയായിരുന്നു. ഇരു ഹറമിലും പ്രസിദ്ധ മുസ്ലിം നഗരങ്ങളായ ഡമസ്കസിലും ബഗ്ദാദിലും കൂഫയിലും ബസറയിലും ബുഹാറയിലും സമർഖണ്ഡിലും ഗോർദോബിലും ഇത്തരം ഒത്തുനിൽക്കലാണ് അവബോധമുള്ള വലിയ സാമൂഹ്യങ്ങളെ സൃഷ്ടിച്ചത്. കേരളീയ ഇസ്ലാമിക പരിസരത്തോ ഇത്തരം സമ്പ്രദായത്തെ പള്ളി ദർസുകൾ എന്നാണ് അറിയപ്പെട്ടത്. കേരളത്തിലെ ഇസ്ലാമിക വെളിച്ചത്തിന് ഓടുമ്പാവ് നൽകിയത് യാഥാർത്ഥ്യത്തിൽ ഇത്തരം ദർസുകളായിരുന്നു. ഹിജ്റ 670 അബു അബ്ദുല്ലാഹി അൽറമി താനൂരിലെ വലിയ കുളങ്ങര പള്ളി സ്ഥാപിച്ച പള്ളി ദർസാണ് കേരളത്തിലെ ആദ്യ ദർസ് സംരംഭമായി ചരിത്രത്തിൽ കാണുന്നത്. തൊട്ടടുത്ത കാലങ്ങളിൽ തന്നെ കോഴിക്കോടും ചാലിയത്തും ദർസുകൾ ഉണ്ടായതിന് ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ കാൽപട്ടണത്തിനടുത്ത മഅബർ തീരമായി കൊച്ചിയിലും പിന്നീട് പൊന്നാനിലും എത്തിയ മഹദൂം കുടുംബത്തിന്റെ ആഗമനത്തോടെയാണ് ഈ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം സ്ഥാപിച്ചത്. പൊന്നാനിൽ വലിയ മഹദൂം സ്ഥാപിച്ച വലിയ പള്ളിയും അതിനോടനുബന്ധിച്ച് തുടങ്ങിയ പള്ളി ദർസുമാണ് കേരള മുസ്ലിങ്ങളുടെ ദീനചൈതന്യത്തിന് ഊർജം പകർന്നത്. കൂടെ തന്നെ നിരന്തരമായ ഹൾറമി ബുഹാര സാദാത്തികളുടെ ആഗമനം കൂടി നടന്നപ്പോൾ കൂടാതെ നിരന്തരമായ ഹൾറമി ബുഹാരി സാദാക്കളുടെ ആഗമനം കൂടി നടന്നപ്പോൾ അറിവിൽ നിറഞ്ഞ ആത്മീയ പ്രഭ കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചു. പൊന്നാനിലെ വിളക്കത്തുരുത്തം പ്രാദേശിക ദീനി വ്യാപനത്തിന്റെ തിരുക്കൊളുത്തൽ കൂടിയാകുമ്പോൾ ഉൾനാടുകളിലും ഇസ്ലാമിക വിജ്ഞാനങ്ങൾക്ക് നല്ല പ്രചാരം ലഭിച്ചു. സാഹചര്യങ്ങളും സാമൂഹിക കാഴ്ചപ്പാടും ക്രമേണ മാറിമറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരമ്പരാഗത രീതികൾക്ക് പരിവർത്തനം വന്നുകൊണ്ടിരുന്നു. മൗലാന ചാലികത്തിന്റെ കാലഘട്ടമായപ്പോഴേക്ക് പള്ളി ദർസുകളുടെ നവോത്ഥാനത്തെ അറബി കോളേജുകളുടെ പരീക്ഷണം തുടങ്ങിയിരുന്നു. എന്തുമാറ്റം സംഭവിച്ചാലും പള്ളി ദർസുകൾ ശീലിപ്പിച്ച സംസ്കാരത്തിന്റെ വലിയ ഗുണങ്ങളാണ് ഇന്നത്തെ കേരള മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത്. ഓത്തുപള്ളി മുതൽ അന്തർദേശീയ നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ വരെ നടത്താൻ കേരളത്തിലെ മതനേതൃത്വത്തിനും ഊർജം ഉൾക്കരുത്തും ലഭിച്ചത് പള്ളിമൂലകളിലെ കിതാബോത്തിൽ കൊണ്ട് തന്നെയായിരുന്നു. ഖുർആനും ഹദീസും കർമ്മശാസ്ത്രവും സാഹിത്യവും വ്യാകരണവും ഗോളശാസ്ത്രവും ഭൂമിശാസ്ത്രവും ചരിത്രം ആധ്യാത്മികതയും ഇടകലർന്നു നിൽക്കുന്ന കിതാബോത്തുകൂടെ ലോകത്തിൽ നിന്ന് അവഹിച്ച അറിവിൽ നിന്നുകൊണ്ട് സക്രമായി ചിന്തിച്ചും ക്രിയാത്മകമായി പ്രവർത്തിച്ചും ഞാൻ നേടിയതാണ് ഈ ചൈതന്യം. തദ്രീസ് വളർത്തിയൊരു സംസ്കാരമുണ്ട്. ഒരു നാടിന്റെ പ്രതിച്ഛായം തന്നെ മാറ്റിമറിക്കാൻ കൽപ്പമുള്ളതായിരുന്നു ഓരോ പള്ളി ദർസും. ദർസുകളുടെ സാന്നിധ്യത്തോടെ നാട്ടിൽ സംഭവിച്ച ധാർമ്മിക ബോധം വളരെ വലുതായിരുന്നു. പള്ളി ദർസിലെ മുദരിസ് ആ നാടിന്റെ ആത്മീയ സ്രോതസ്സും കൂടിയായിരുന്നു. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വളർന്ന ദീനി ചൈതന്യത്തെ മുത്തല്ലിമീങ്ങൾ കൂടുതൽ സജീവമാക്കി. അറിവിനെ സ്നേഹിക്കുന്നതോടൊപ്പം അവരിൽ നിന്ന് അറിവ് പഠിക്കാനും നാട്ടുകാർക്ക് കഴിഞ്ഞു. വീട്ടിലെ സ്ത്രീകളെ മതം പഠിപ്പിക്കാൻ ദർസിലെ മുത്തല്ലിമീങ്ങൾ നിയോഗിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഇതിലൂടെ നാട്ടിൽ ഇസ്ലാമികമായ വലിയ ഉണർവുണ്ടായി. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കടത്തി വെട്ടുന്ന പരിശീലന മുറകളിലൂടെയാണ് ഒരു മുത്തല്ലിം സമൂഹത്തിൽ ഇറങ്ങുന്നത്. പഠനകാലത്ത് തന്നെക്കാൾ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുത്തും സംശയ നിവാരണം നടത്തിയും അവൻ ഒരു അധ്യാപകനാകുന്നു. ഇതിലൂടെ പുതിയ മേഖലകൾ കടന്നു ചെല്ലുമ്പോൾ നിഷ്പ്രയാസം കാര്യങ്ങൾ ഇടപെടാനും ഗ്രഹിക്കാനും അവൻക്ക് കഴിയുന്നു. ലക്ഷ്യങ്ങൾ മുടക്കി ട്രെയിനിങ് കോഴ്സും മാനേജ്മെന്റ് കോഴ്സും പൂർത്തിയാക്കാൻ വേമ്പൽ കൊള്ളുന്ന കാലത്താണ് ദർസ് സമ്പ്രദായം പ്രസക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ദീനി മേഖലകളിൽ ഞാൻ തയ്യാറാക്കണം. ഞാൻ അതും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.